ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിതാ വീഡിയോ ഇങ്ങനെയായിട്ട് എടുക്കുന്നത്. അതിന് ഒന്ന് രണ്ട് റീസൺസ് ഉണ്ട്. ഇപ്പോൾ ശബ്ദം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്പലത്തിൽ ഇന്ന് ഉത്സവവും പൊങ്കാലയൊക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മൾ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിതാ പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. ഒരു മെയിൻ വിശേഷം നിങ്ങളുമായി അറിയിക്കാനുണ്ട്. അപ്പോൾ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്. നമ്മളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും നമ്മുടെ പുതിയ വിശേഷം അറിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ ഫാമിലി കുറച്ചും കൂടെ വലുതായിരിക്കുകയാണ്. ഒരാൾ കൂടെ നമ്മുടെ ഫാമിലിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആദ്യമേ അതിഥീനെ ഇങ്ങോട്ട് വിളിക്കാം. ഞാൻ വരുവാ. ഓടുക. അയ്യോ ഓടുക. ടക്കടമണീനെ കാണിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും. അങ്ങനെ ടക്കടമണീനെ കണ്ടോ? ഇതാണ് നമ്മുടെ അടങ്ങിയിരിക്കുക. അനുസരണ എന്ന് പറഞ്ഞത് ഏഴ് അയലത്തൂടെ പോയിട്ടില്ല. അപ്പൊ ഇതിന്റെ പേര് ഒറിയോ എന്നാണ്. ഒറിയോനെ കുറിച്ച് പറയാൻ എനിക്ക് കുറെ കാര്യങ്ങളുണ്ട്. കൊണ്ടുവന്നിട്ട് ഒറിയോ പൊങ്കാല പൂജിക്കാൻ സമയമായി. അപ്പൊ ഞാൻ പോയിട്ട് വരാട്ടോ. ഇനി ഇവനെ എടുത്തിട്ട് കൈയൊക്കെ കഴുകിയിട്ടേ പോയിട്ട് വരാം. ഹലോ, നമ്മുടെ ഒറിയോനെ വെയിറ്റ് ചെയ്തിരിക്കുവാണേ. ആർക്ക് വേണ്ടി വെയിറ്റിംഗ്? ഒരാളിപ്പോ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിറ്റ്സു. നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയൊരു മെമ്പറെ കൂടെ നമ്മൾ ആഡ് ചെയ്യാണ്. ഷിറ്റ്സു കുട്ടൻ ഓൺ ദി വേ ആണ്. ഇപ്പൊ വരും. കാണിച്ചു തരാതെ വന്നിട്ട് ഞാൻ കണ്ടു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല രസമുണ്ട്. എത്ര ദിവസം? 43. ഓക്കെ. അയ്യോ എന്ത് രസം. അയ്യോ അയ്യോ കരയുമോ? അപ്പോൾ ഇനി ഒറിയോയുടെ കഥ പറഞ്ഞു തരാം. ഒറിയോനെ ഞാൻ വാങ്ങിക്കണം എന്ന് എനിക്ക് ആഗ്രഹം തോന്നിയത് ഞാൻ അളിയൻസിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരു ഗസ്റ്റ് റോളായിട്ട് അഭിനയിക്കാൻ പോയപ്പം മഞ്ജു പത്രോസ് ചേച്ചിയുടെ കയ്യിൽ ഇതുപോലത്തെ സെയിം പപ്പി ഉണ്ടായിരുന്നു. അങ്ങനെ അത് പെൺകുട്ടിയായിരുന്നു കേട്ടോ. അവളെ കണ്ടപ്പോൾ മുതലാണ് നമുക്ക് ഇതൊന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സെയിം ഇവരെ തന്നെ കോൺടാക്ട് ചെയ്തത്. അങ്ങനെ തീരുമാനിച്ച് ഏഷ്യാനെറ്റിൻ്റെ ഷൂട്ടിന് കൊച്ചിയിൽ പോയപ്പം ഇവർ ചാലക്കുടിയുള്ളവരാണ്. അവർ നമുക്ക് രാത്രി 11 മണിയായപ്പോൾ കൊണ്ടു തന്നതാണ് ഈ സാധനത്തിനെ. കണ്ടോ? പിറ്റേ ദിവസം രാവിലെ നമ്മൾ അത്രയും ട്രാവലൊക്കെ ചെയ്ത് ടയേർഡായിട്ടാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ എത്രയും എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ലാസ്റ്റ് പറയാമേ. ഇത് അമ്മ ഫസ്റ്റ് കാണുന്നതാണ്. അമ്മയോട് പറയാതെ ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ ഇതിനെ. ഉണ്ണിക്ക് അറിയായിരുന്നു, അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. ആള് നന്നായിട്ട് പേടിച്ചിരിക്കുകയാണ്. 45 ഡേയ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം തലേ ദിവസം ചാലക്കുടിയിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ റൂമിൽ വെച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ട്രാവലിങ്ങും എല്ലാം കൂടെ ആയിട്ട് ആൾ ഭയങ്കര പേടിച്ചിരിക്കുകയാണ്. ഭക്ഷണം കൊടുത്തിട്ടില്ല. ഞാൻ വരുന്ന വഴിക്കാണ് അവൻ്റെ കുറുക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേട്ടോ. അപ്പം ഇതൊന്നും അറിയാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ആവശ്യമില്ലാതെ കുറേ ആൾക്കാർ മോശം കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ഓൾറെഡി 2 പഗ്ഗുണ്ട്, ഒരു നാടൻ ഡോഗ് ഉണ്ട്. അതല്ലാണ്ട് തന്നെ ആ നാടൻ തന്നെ ഒരു അമ്മയുണ്ട്. അതാണ് നമ്മൾ ഫസ്റ്റ് കയറി വന്നപ്പോൾ കണ്ടത്. പക്ഷേ അവന് നമ്മളങ്ങനെ വാക്സിൻ ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് അവൻ എപ്പോഴും ഗേറ്റിന് പുറത്താട്ടോ കിടക്കണത്.
പുതിയതായിട്ട് വന്നതുകൊണ്ട് കണ്ണീറൊന്നും കിട്ടാണ്ടിരിക്കാൻ അമ്മയുടെ വകയുള്ള അടുത്ത ഒരു വിശ്വാസമാണ് കേട്ടോ ഇത്. ഞാൻ വഴക്ക് പറയുകയും ചെയ്തു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഓരോരുത്തരുടെയും വിശ്വാസം നമുക്കത് മാറ്റാൻ പറ്റില്ലല്ലോ. ഇനി ഇവന് പേരിടണം, ഇവന് വാക്സിൻ എടുക്കണം. ഇനി ഇത് നമ്മുടെ മെമ്പറാണ്, ഇനി ഈ വീട്ടിലെ ഏറ്റവും ചെറുത് ഇവനാണ്. ഇവനെ നന്നായിട്ട് കെയർ ചെയ്യണം, കാരണം ഇവന് പെട്ടെന്ന് അസുഖങ്ങൾ വരും. ഇവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതായത് നമ്മുടെ നോർമൽ ഷിറ്റ്സിന് ബോക്സിന് കൊടുക്കുന്നതിൽ വേറെ ഫുഡൊക്കെയാണ് കേട്ടോ. ഒരേ കുളിക്കാൻ പോവാണോ? ഒരേ കുളിക്കാൻ പോവാണോ? ഓറിയോ കുളിക്കാൻ പോവാ. ഒറിയ അങ്ങനെ നമ്മുടെ കൈക്കിട്ട് ശേഷം ആദ്യമായിട്ട് കുളിക്കാൻ പോവാണ്. അവൻ്റെ മുടിയൊക്കെ അത്യാവശ്യം വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണിലൊക്കെ ഇത് ഇങ്ങനെ വീണ് കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്താൽ അത് എങ്ങനെ വരും എന്ന് അറിയാത്തതുകൊണ്ട് നമ്മളൊരു പെറ്റ് ഗ്രൂമിങ് സെൻറ്ററിൽ ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയി അങ്ങനെ അവനെ നന്നായിട്ട് കുളിപ്പിച്ചെടുത്തു, മുടിയൊക്കെ കട്ട് ചെയ്തു. അവന് ഒരു ചെറിയൊരു പനിയുടെ ശകലം ലക്ഷണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വാക്സിൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ എടുത്തത്. ആൾ ഭയങ്കര കൂളാണ്, പക്ഷേ ഇപ്പം ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ് കേട്ടോ. അവിടുത്തെ ചേച്ചിയൊക്കെ അവനെ നന്നായിട്ട് കെയർ ചെയ്തു. അപ്പോൾ അവൻ നമ്മളിട്ടേക്കുന്ന ഞാനും ഉണ്ണിയും കൂടെ അവനെ വിളിക്കുന്ന ഒറിയോ എന്നാണ്. അമ്മ അവനെ ഒറൂട്ടാന്നൊക്കെ വിളിക്കുന്നുണ്ട്. ആൻഡ് എന്താ പറയുക, ഇപ്പം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ വന്ന പുതിയ അതിഥിയാണ്. ഇനി അതിഥിയല്ല, നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണ് അവൻ. നമ്മൾ അത്രയും ടേക്ക് കെയർ ചെയ്തിട്ടാണ് അവരെ നോക്കുന്നത്. അപ്പം ആ സന്തോഷമാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. എല്ലാവർക്കും നമ്മുടെ ഒറിയോനെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഒറിയോനെ പോലെ ഒരാളെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ കോൺടാക്ട് നമ്പർ തരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഭയങ്കര വഴക്കാളിയാണ് കേട്ടോ അവൻ. ഓക്കെ, ടാറ്റാ.